ചുറ്റും എല്ലായിടത്തും ഒരു സ്ഥലം പോലും വിടാതെ തേടൂ. ഈ ഗരുഡോദ്കാരത്തിന്റെ പ്രഭാവം കാരണം ഒരു നാഗത്തിനെങ്കിലും ശ്വാസം മുട്ടിക്കാണും. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദിശേഷനെയോ അവന്റെ പ്രണയിനെയോ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കും. ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ വച്ചാ ഇപ്രാവശ്യം രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദിശേഷനെ കാണാൻ പോവുകയാണ്. അവനെ ഞാൻ തന്നെ ഇല്ലാതെയാക്കും. അതിനാണ് ഇത്രയും കാലം കാത്തിരുന്നത്. സാർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? മെഡിസിൻ വല്ലതും കിട്ടിയോ? ഞാനിവിടെ എല്ലായിടത്തും നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവൾക്കാണെങ്കിൽ വല്ലാത്ത പനിയാ. മെഡിസിൻ എനിക്ക് കിട്ടിയില്ല. വീട് മുഴുവൻ ഞാൻ അന്വേഷിച്ചു. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മെഡിസിൻ കിട്ടിയേ പറ്റൂ. നോക്ക്, ഞാനിവിടെ പുതിയ ആളാ. എനിക്കിവിടെ ആരെയും പരിചയമില്ല. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് മെഡിസിൻ സംഘടിപ്പിച്ചതാ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ പ്ലീസ്. ഈ രാത്രി ഇനി മരുന്ന് കിട്ടാന്ന് പറയുമ്പോ ചേട്ടാ പ്ലീസ്. ഒരു മിനിറ്റ്. സാർ, ഈ വീട്ടിലേക്ക് 2 ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടിക്ക് തീരെ സുഖമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവോ? ഒന്നുമില്ല, പോയിവിടുന്ന്. സാർ, അത് പിന്നെ മെഡിസിൻ ഒന്നും ഇല്ലെന്ന് പറയുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഇല്ലെന്ന് പറഞ്ഞ്? ഗരുഡ പ്രാശം ഉണ്ടായിരുന്നല്ലോ, അതവർക്ക് കൊടുത്ത് ആ ജീവൻ നമുക്ക് രക്ഷിച്ചുകൂടായിരുന്നു. ഗരുഡപ്രാശം നമ്മുടെ സ്വത്താണ്. അതുണ്ടാക്കിയത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല. നമുക്കിനി സമയമില്ല. എല്ലാവരും ചെല്ല്. ആദിശേഷനെ നാഗറാണിയെ കണ്ടുപിടിക്ക്. ഒരു മിനിറ്റ്. നിങ്ങള്? ഞാൻ ഈ വീട്ടിലുള്ളവളാ. ഇത് വാങ്ങിച്ചോളൂ. ഇതവക്ക് കൊടുത്താ മതി. എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറിക്കോളൂ. താങ്ക്സ് അമ്മേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കന്നിമാനം ചുണ്ടിട്ടാരേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച്. മരുമോനെ, നീ എന്താ മോനെ ഇങ്ങനെ ആയിപ്പോയേ? മരുമോനെ, നിന്നെ ഏത് ആംഗിളിൽ നോക്കുമ്പോഴും ദേവദാസിനെ പോലെ തോന്നുന്നത്. അവിടെയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നോക്കി നീ ഓക്കെ അങ്ങ് പറഞ്ഞേക്ക്. കല്യാണത്തിന് സമ്മതിക്കുന്നേ, സമ്മതിക്ക്. തമാശ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. അല്ലടാ, നിന്നോട് 4 നല്ല വാക്ക് പറയുന്നത് ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന പോലെയാണോ? ഏത് സിറ്റുവേഷനിൽ എന്താ പറയേണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാങ്ങളെ. എടാ, അതിനു മാത്രം ഞാൻ എന്താ പറഞ്ഞത്? വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു പറഞ്ഞത് അത്രയ്ക്ക് തെറ്റായിപ്പോയോ? അല്ല മരുമോനെ, ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആ ശിവാനെ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടിരുന്നൂടാ? എടാ, അവളാ തൃശ്ശൂരിന്റെ ഭാര്യയാടാ. അവളെ ഓർത്ത് നീ എന്തിനാ ജീവിക്കുന്നേ? ശിവാനിയെ ഞാൻ എന്റെ ഭാര്യയാക്കി മാറ്റാൻ പോവുക. മരുമോനെ, നീ എന്താടാ ഈ പറയണേ? എന്താ തെറ്റ്? അതിലെന്താ തെറ്റെന്ന് പറ. നോക്കങ്ങളെ, ശിവാനി എന്റെ പെണ്ണായി മാറേണ്ടവളാ. അവൾ എന്റെ ഭാര്യയായി മാത്രം ജീവിച്ചാ മതി. അതിനിടയ്ക്ക് ആ തൃശ്ശൂർ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് അവന് വിട്ടുകൊടുക്കാൻ ഞാനൊരു സന്യാസിയൊന്നും അല്ല. ശിവാനിയെ എന്ത് വില കൊടുത്ത് ഞാൻ എന്റേതാക്കി മാറ്റിയിരിക്കും. ഒരുപക്ഷെ ഇനി കൈവിട്ട് പോയാ അതിന് തൃശ്ശൂരിനെ കൊല്ലേണ്ടി വന്നാ അതിന് ഞാൻ മടിക്കില്ല. ദൈവമേ, ശിവാനി വേറൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ഇവന് തന്നെ വേണമെന്ന് വാശി കാണിക്കുകയാണല്ലോ. ഇങ്ങനത്തെ മനസ്സിലവനാണോ എന്റെ മരുമോൻ? അങ്കിളെന്താ മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇല്ല, എന്റെ മരുമോൻ ഞാൻ ചീത്ത വിളിക്കാനോ? മരുമോനെ, നിന്നെ ഞാൻ അങ്ങനെ വഴക്ക് പറയോ? എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഇതാ വരുന്നു. തനീഷ വിളിക്ക. ഇപ്പൊ വരാമേ. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ശിവാനിയെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ എനിക്ക് ഒരു കാലത്തും ആവില്ല. അവള് ജനിച്ചത് പോലും എന്റെ ഭാര്യ ആവാൻ വേണ്ടിട്ടാ. ശിവാനി
ഇവിടെ നോക്കി, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് കുടിച്ചാൽ എല്ലാം ശരിയായിക്കോളും. കുടിക്ക്. പതിയെ പതിയെ കുടിക്കേ. വൈശാഖി, കണ്ടുപിടിക്ക്. അവരെവിടെയായാലും വിടാൻ പാടില്ല. ഒരു കാരണവശാലും വിടില്ല. ശിവാനി പേടിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല. ഞാൻ കൂടെയില്ലേ? ചേട്ടാ, ഇനി മുകളിൽ എങ്ങനെ ഉണ്ടാവോ? ചേട്ടാ, എന്തുപറ്റി? അവരെവിടെയെങ്കിലും കണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അതെങ്ങനെ? എന്തായാലും നീ മരുന്ന് കുടിച്ചില്ലേ? ഇനി എല്ലാം ശരിയായിക്കോളും. സമാധാനമായി ഉറങ്ങ്. തൃശൂൽ, എന്ത് മരുന്നാ അത്? ഈ വീട്ടിൽ അമ്മ തന്നതാ. ഇത് കഴിച്ച പനി പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. ആദിശേഷൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത ഏട്ടാ? നമ്മൾ ഈ സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവരെ കണ്ടുപിടിക്കാനായില്ലല്ലോ. എനിക്കും അത് വളരെ നിഗൂഢമായി തോന്നുന്നു. നമ്മുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണവർ. ഛേ, ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? സൂര്യോദയം വരെ കാത്തിരുന്നേ പറ്റൂ. വേറൊരു വഴിയില്ല. ഛേ, ശിവാനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നീ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലേ? അതേത് സ്ഥലം? എനിക്ക് ആ സ്ഥലം പണ്ടെപ്പോഴോ കണ്ട പോലെ തോന്നുന്നു. പക്ഷെ ഞാനവിടേക്ക് പോയതായിട്ടൊന്നും ഓർക്കുന്നേ ഇല്ല. ശിവാനി, നിന്നോടായി ചോദിക്കുന്നേ. എനിക്കും അറിയില്ല തൃശൂൽ. അങ്ങോട്ട് പോയത് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച. പക്ഷെ അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കണ്ണു തുറക്കുമ്പോ ഞാൻ ഇവിടെയാ ഉള്ളത്. എന്നാലും വേണ്ട, വിട്ടേക്ക്. വെറുതെ ഓരോന്ന് ചോദിച്ച് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. മഹാദേവ, എന്താ ഇത്? തൃശൂരിന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് മഹാദേവ? ശിവാനി, ശിവാനി, സുഖമായോ? ഇപ്പോൾ നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല നീ. അല്പം ഭക്ഷണം കഴിച്ചാ കുറച്ചെങ്കിലും ആരോഗ്യമുണ്ടോ? ഞാൻ പോയി എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കട്ടെ.
വേണ്ട, വെറുതെ എന്തിനാ അവരെയൊക്കെ എഴുന്നേപ്പിക്കുന്നത്? അടുക്കളയിൽ പോയി ഞാൻ തന്നെ എല്ലാം എടുത്താൽ പോരെ? ആരും പുറകിലൂടെ പോയ പോലെ തോന്നിയില്ല. ആരാ അത്? ആരാ? ആരാത്? ശിവാനി, ശിവാനി എന്തു പറ്റി നിനക്ക്? തൃശൂൽ, നിനക്കത് എന്തു പറ്റി ശിവാനി? എന്നെ വിട്ട് പോവല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പോയത്? ഞാൻ ആഹാരം എടുക്കാൻ പോയതല്ലേ. സോറി, സാരമില്ല. നീ ഇരിക്ക്. ഭക്ഷണം കഴിക്കണ്ട, ഇരിക്ക് ശിവാനി. ദാ, ആ. ഞാൻ വാരി തരണോ? ഉം. ശരി, ഓക്കെ. ശിവാനി എന്തിനാ കൈ പിടിച്ചിരിക്കുന്ന? വിട്, എനിക്ക് വാരി തരാൻ പറ്റുന്നില്ല. ഇല്ല, ഇങ്ങനെ തന്നാ മതി. എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അത് എന്നാലും കൈ. ആഹാ, നോട്ടം കണ്ടില്ലേ? ദേഷ്യം മൂക്കിന്റെ തുമ്പത്താ. ശിവാനി, ഞാനിവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്ക. നീ എന്തിനാ എന്റെ കൈ പിടിച്ചോണ്ടിരിക്കുന്നെ? അറിയില്ല. അറിയില്ല? ശിവാനി, കള്ളം പറയല്ലേ. നീ ഒരു കാര്യവും കാരണമില്ലാതെ ചെയ്യുന്നവളെയല്ല. ഇപ്പൊ എന്താ കാരണം? പറഞ്ഞില്ലെങ്കിൽ നീ എന്റെ കൈവിട്ട് പോവോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും കാരണം. തൃശൂൽ, നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നീയും കഴിക്കേ. ശിവാനി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ഇപ്പൊ നീ കഴിക്കേ. ഇല്ല, നീ ഇപ്പൊ കഴിച്ചേ പറ്റൂ. ഞാൻ നിനക്ക് വാരിത്തരാം. നീയോ? ആദിശേഷ, ആദിശേഷ, നീ എന്തിന് പുനർജന്മമെടുത്തു? കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ കൊന്നത് നീ മറന്നുപോയോ? നീ ഇപ്പോൾ പുനർജന്മമെടുത്ത് നാഗമാണിക്യം എന്നിൽ നിന്ന് തട്ടിയെടുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തോന്നലാണ്. അത് അസാധ്യവുമാണ്. നാഗമാണിക്യം എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ഒരാൾക്ക് പോലും ആവില്ല. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ യഥാർത്ഥ രൂപം കാണിക്ക. തൃശൂൽ, നീയോ? അതെ,
ഞാൻ തന്നെ. അന്ന് ചതിയിലൂടെ എന്നെ കൊന്നതിന് ശേഷം നാഗമാണിക്യം ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ലേ നീ? അതേ ആദിശേഷൻ തന്നെയാണ് ഈ തൃശൂൽ. നിന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുനർജന്മം എടുത്തത്. നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. നിന്നോടുള്ള വൈരാഗ്യം തീർത്തിട്ടേ ഞാൻ മടങ്ങൂ. സ്വപ്നമായിരുന്നു. എന്താ ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്വപ്നം? തൃശൂൽ എന്താ ആദിശേഷന്റെ രൂപത്തിൽ വന്നത്? ഇത് സ്വപ്നമാണോ അതോ മുന്നോട്ടിനി സംഭവിക്കാൻ പോകുന്ന കാര്യമായിരിക്കോ? സത്യമാണോ സ്വപ്നമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? എന്താ മുതലാളി, കാപ്പി കുടിച്ചത് പോലുമില്ല? ഇഷ്ടമാത്തോണ്ട? എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ലടാ, അതുകൊണ്ടാ കുടിക്കാഞ്ഞത്. മുതലാളി, ഒരേ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ആർക്കായാലും ഈ അവസ്ഥ ഉണ്ടാവും. ഒന്ന് സമാധാനിക്കേ. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. തൃശൂലിനെ പറ്റി മുതലാളിക്ക് ഒന്നും അറിയില്ല. അറിഞ്ഞാ പിന്നെ ഇതായിരിക്കില്ല അവസ്ഥ. ഇതൊക്കെ വെറും തോന്നലായിരിക്കില്ലേ? വിശ്വാസം വരുന്നില്ല. അതിപ്പോ തൃശൂലാന്ന് മനസ്സിലങ്ങ് ഊട്ടി ഉറപ്പിച്ചില്ലേ, പിന്നെന്ത് ചെയ്യും? ഇനിയിപ്പോ അല്ലാന്ന് മാറ്റി പറഞ്ഞാലും മനസ്സ് വിശ്വസിക്കില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം ദീശ. ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിലൊരു പാമ്പ് വന്നു, ആദിശേഷന്റെ രൂപത്തിൽ. ആദിശേഷന്റെ രൂപത്തിൽ പാമ്പോ? മനുഷ്യരൂപത്തിലേക്ക് മാറിയത്. ആ മനുഷ്യന്റെ രൂപത്തിൽ ഞാൻ കണ്ടത് വേറെ ആരെയുമല്ല, എന്റെ മോൻ തൃശൂലിനെ. സ്വപ്നത്തിലോ? നിന്റെ മേലുള്ള വൈരാഗ്യം ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ടാവും പോയത്. അത് കേട്ടത് മുതൽ എനിക്ക് ഉറക്കമേ വന്നില്ലടാ. വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ. സമാധാനായിട്ടിരിക്കും മുതലാളി. അല്ല നന്ദീശ, ഞാൻ തന്നെ കൊന്നുകളഞ്ഞ എന്റെ ശത്രു എന്റെ മകന്റെ രൂപത്തിൽ വരികയെന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കല്ലേ മുതലാളി. തൃശൂല് നിന്റെ മകനായിട്ടാ വളർന്നത്. എന്നാലും അവസരം കിട്ടിയപ്പോഴെല്ലാം അവനെ എന്റെ തോളിലിരുത്തി ഞാൻ ഈ ലോകം മുഴുവൻ കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എന്റെ തോളിലിരുന്ന് വളർന്നത് കുഞ്ഞല്ല, പാമ്പായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. മുതലാളി, അത്രയും നല്ലൊരു മകൻ, നിങ്ങളുടേതായ ഗുണഗണങ്ങളൊക്കെ ഉള്ള തൃശൂൽ, അവൻ എങ്ങനെ ആദിശേഷനാവുന്നേ? എന്റെ മനസ്സ് പറയുന്നത് ഇപ്പോഴും ഒന്ന് തന്നെയാ. മുതലാളി കാണുന്നതെല്ലാം മായക്കാഴ്ച. നന്ദീശ, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറില്ലേ, നാണയം ഒന്നായിരിക്കാം, പക്ഷെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് പാമ്പ്, മറ്റേതെന്റെ മകൻ. രാത്രി ഞാൻ ആ സ്വപ്നം കണ്ടത് മുതൽ എന്നിലുള്ള വൈരാഗ്യം കൂടി വരികയാണ്.